മലയാള സിനിമ ടെലിവിഷൻ താരം മനീഷ് രവി മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത സൗഹൃദ സംവാദത്തിന്റെ തുടർക്കാഴ്ച കാണാം. അംശുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 32 വർഷങ്ങൾക്ക് മുൻപ് സഭയായിട്ട് കാമാട്ടിപ്പുര റെഡ് സ്റ്റേറ്റിൽ കേക്ക് കൊടുക്കുവാനായിട്ട് പോയി. അവിടെ ചെന്ന് ഈ അമ്മമാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ. താൻ പോകുമ്പോൾ തന്നോടൊപ്പം ഉള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സുള്ള നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യന് പറയാം. അങ്ങനെ ഒരുപറ്റ മനുഷ്യ സ്നേഹികളോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നുമ്പോൾ കുട്ടനാടൻ പാട്ടല്ല, ഒരു വള്ളപ്പാട്ട് തന്നെ പാടാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ. കേരളത്തിന്റെ തനത് കലയായ കൈകൊട്ടിക്കളിയെ ലോകത്തിന്റെ നിറകയിൽ ആദ്യമായി എത്തിച്ച കൈമാധവി ടീച്ചറും ഇതിന്റെ എല്ലാ ഏകോപനം നിർവഹിച്ചതും പരിശീലനം കൊടുത്തതും ജയശ്രീ ടീച്ചറാണ്. മുംബൈ പൂരം ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ അവരാണ് ഇത് മെയിനായിട്ട് ഇതിനു വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും നടത്തി തന്നത്. അപ്പോൾ അമ്മ ഇവിടുത്തെ അമ്മ എനിക്ക് തോന്നുന്നു അറൗണ്ട് 70 ഇയേഴ്സിലാണ് അമ്മ മരിച്ചത്. അപ്പോൾ അമ്മ 20 വയസ്സിലുള്ളപ്പോഴാണ് ഇവിടെ വന്നത്. കൈകൊട്ടികളി ഏറ്റെടുത്തു, വന്ന് കൈകൊട്ടികളി കളിച്ചു. അത് കഴിഞ്ഞിട്ട് കൈകൊട്ടികളി പഠിപ്പിക്കാൻ തുടങ്ങി അമ്മയുടെ അണ്ടറിൽ. കാരണം അമ്മയ്ക്ക് പ്രായമായില്ലോ. എൻ്റെ അമ്മയുടെ അണ്ടറിൽ ഞങ്ങളൊരു 5-6 പേര് ഡാൻസിൽ താല്പര്യമുള്ളവരും അമ്മയുടെ അണ്ടറിൽ കൈകൊട്ടികളി പഠിപ്പിച്ചവരും ഞങ്ങൾ അത് ഏറ്റെടുത്തു. ആൻഡ് ഈ ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കാനായിട്ട് വെറും മലയാളീസ് മാത്രമല്ല, ഇതിൽ ഗുജറാത്തീസും പഞ്ചാബീസും മഹാരാഷ്ട്രൻസും എല്ലാവരും ഉണ്ടായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ലാംഗ്വേജ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൈകൊട്ടികളി അതൊരു ക്ലാസിക്കൽ ഡാൻസ് അല്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതൊരു ഫോക്ക് ഡാൻസ് ആണ്. പക്ഷെ അത് സാധാരണ നമ്മൾ പറയുന്ന ഫോക്കിൽ അത് പെടില്ല. അപ്പോൾ ഗിന്നസ് ബുക്കിൽ കൈകൊട്ടികളിക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനം ഉണ്ടാക്കിയെന്നാണ് ഈ മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കലാ സാംസ്കാരിക രംഗത്ത് സജീവമായ മറ്റൊരു വനിതയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഗുങ്കുരു എന്നൊരു നൃത്തോത്സവം അല്ലെ, 1500-ലധികം കലാകാരികൾ, ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ഇന്ത്യയിലെ വ്യത്യസ്തമായ കലാരൂപങ്ങളെ മലയാള കേരളീയ ഡാൻസ് മാത്രമല്ല അതിനെക്കുറിച്ച് സിന്ധു ഒന്ന് വിവരിക്കാമോ? ഗുങ്രു ഇന്ന് ഒരു ഇന്ത്യൻ്റെ ടോപ്പ് 10 ഡാൻസ് ഫെസ്റ്റിവലിൽ ഓൾറെഡി ഒരു ലിസ്റ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. അത് എൻ്റെ വിജയമല്ല, അത് എല്ലാ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റീൻ്റെ വിജയമാണ്. ഓൾ ഓവർ ഇന്ത്യ വന്നിട്ട് അതിൽ പങ്കെടുത്തു. കാലത്ത് 8 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം രാത്രി 12:30 എത്തിയിരുന്ന 16.5 hours നോൺ സ്റ്റോപ്പ് ഡാൻസ് ഫെസ്റ്റിവൽ. ഇതിൽ നോ എൻട്രി ഫീ ഫ്രം എനി ആർട്ടിസ്റ്റ് ആൻഡ് നോ ടിക്കറ്റ് ഷോ. ഈ പ്രോഗ്രാം വെറും ഡിസേർവിംഗ് ആർട്ടിസ്റ്റിന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അന്വേഷണ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാലോ. സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. വർഷമായിട്ട് ഈ ഫീൽഡിൽ വളരെ സജീവമായിട്ട് തന്നെ. ഇതിനിടയ്ക്ക് ഒരു ഇടവേള എടുത്തിരുന്നു അല്ലേ? ഇല്ല, ഇടവേള ഇല്ലായിരുന്നു സത്യം പറഞ്ഞത്. അത് ഞാൻ തമിഴ് സീരിയൽ, അതായത് നമുക്ക് തോന്നുന്നത് മലയാളത്തിലെ ആദ്യത്തെ 1000 എപ്പിസോഡ് പോയ സീരിയലായിരുന്നു മിന്നുകെട്ട്. മിന്നുകെട്ടില് വളരെ സജീവമായിട്ടുണ്ട്. മിന്നുകെട്ടിലാണ് എനിക്ക് ആദ്യത്തെ ഒരു അവാർഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതേ കമ്പനി തന്നെ സിനി ടൈംസ് തന്നെ തമിഴ് സീരിയലിലേക്ക് പോയപ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ സൺ ടി വിയിൽ ഞാനുണ്ടായിരുന്നു ഒരു 2 വർഷം. അത് കഴിഞ്ഞ് 2 വർഷം ജയ ടി വിയിൽ തമിഴ് സീരിയലായിരുന്നു ഒരു 4-5 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച നമ്മുടെ ഈ ശാന്തി നിലയം എന്ന് പറയുന്ന സീരിയൽ, അതായത് ഡോക്ടർ കെ ബാലചന്ദ്രൻ സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാദാ ഫാൽക്കെ അവാർഡ് മേടിച്ച ആളാണ്. നമ്മുടെ കമൽഹാസന്റെ, രജനീകാന്തിന്റെ, അവരുടെയൊക്കെ ഗുരുനാഥനാണ് അദ്ദേഹം. അവർ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സീരിയൽ കവിതാലയ പ്രൊഡക്ഷൻസിന്റെ സീരിയൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇതിൽ അഭിനയിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം. അത് ശാന്തി നിലയം ഒരു വ്യാഴാഴ്ച കഴിയുന്നു. ഒരു തിങ്കളാഴ്ച ഇവിടെ കൈരളി ടി വിയിൽ നമ്മുടെ കാര്യനിസ്സാരം തുടങ്ങും. അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ കാര്യനിസ്സാരം ഒരു 1000 എപ്പിസോഡ് കഴിഞ്ഞു, 1200 എപ്പിസോഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം ഞാൻ അമേരിക്കൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും അളിയൻസിൽ ജോയിൻ ചെയ്യുന്നു. അളിയൻസ് ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് 1300 ടോട്ടൽ 1800 എപ്പിസോഡ് ആവും. കാരണം 500 എപ്പിസോഡ് ക്ലബിന്റെ ആളാണ്. 1000 ക്ലബിന്റെ എനിക്കൊരു 3000 ചേർത്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരാളെ എനിക്കാണ് ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 12 ശ്രീ അയ്യപ്പൻ എന്നൊരു സിനിമ ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ ബെനോരോ മാക്സിൽ കിടപ്പുണ്ട്. അത് അല്ലാതെ ഒരു മലയാളം, ഒരു തമിഴ് സിനിമയും ചെയ്തു. ഇതൊക്കെ ഇനിയിപ്പോ റോയ് സാറിന്റെ പടമുണ്ട്. അത് എന്ത് വേഷമാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഡിസ്കഷൻ ഓൺ ഗോയിങ് ആണ്. അപ്പം അതുകൊണ്ട് അല്ല, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്.
പിന്നെ കൂടുതലും ഷോസ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ ബോംബെയിൽ വരുമ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജ്യേഷ്ഠനാണോ അനിയനാണോ കൂടപ്പുറപ്പാണോ തോന്നുന്ന മനോഹരനും എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ വലിയ സന്തോഷം. ഇതിങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം സ്നേഹവും ഇഷ്ടവും ഒക്കെ ചേർത്ത് പിടിച്ച് പങ്കുവെച്ച് ഇതൊരു നെറ്റ്വർക്ക് ആണല്ലേ ഈ വേൾഡ്. ഇപ്പൊ 167 രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ ഇങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇന്നലെ ഈ പരിചയമില്ലാത്തവർ ഇന്ന് എത്രയോ പേര്, ഇപ്പൊ ഇത്രയും പേര് എനിക്ക് വളരെ. ഇനിയിപ്പോ നിങ്ങൾ എന്തായാലും എന്റെ പ്രോഗ്രാം കാണില്ലേ? നേരത്തെ കണ്ടോണ്ടിരുന്നവരാണെങ്കിലും എന്നോടൊരു സ്നേഹം കുറച്ചുകൂടെ തോന്നില്ല സാറിന് ഇല്ലേ? അയ്യോ നമ്മുടെ അനീഷിന്റെ പരിപാടിയാണ്, ഒന്ന് കാണാൻ വെച്ചിട്ട് പോ എന്ന് പറയും. അതങ്ങനെയാണ്. അതങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഭാഗ്യം ചെയ്തുകൊണ്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പാദ്യങ്ങൾ ഇപ്പൊ പണം മാത്രമല്ലല്ലോ കാര്യം, അല്ലേ? നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. എന്റെ സൗഹൃദത്തെ കുറിച്ച് ചോദിച്ചാൽ പോലും ഞാൻ പറയാറുണ്ട്, ഓരോ മുഖവും ഓരോ ജീവിതം പറയുമ്പോലോ, ഓരോ സ്ഥലങ്ങളും ഓരോ ഇടങ്ങളും ഓരോ ചരിത്രം പറയുന്നത് പോലെയാണ്. ഓരോ നിമിഷവും നമുക്ക് ഓരോ സന്ദേശങ്ങളാണ് തരുന്നത്. ഇപ്പൊ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എത്ര വ്യക്തിത്വങ്ങളാണ് കണ്ടത്. ഒരുപാട് വർഷം 10-35 വർഷമായിട്ട് ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, നാട് വിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ അവരവന്റെ പ്രവർത്തന മേഖലകളിൽ ഇങ്ങനെ സാമ്രാജ്യം പടുത്തുയർത്തിയോടൊപ്പം ഇരിക്കുമ്പോൾ അനുഭവങ്ങൾ, ഒരു പുസ്തകം വായിക്കുന്നേക്കാൾ എത്രയോ മഹത്തായ അറിവുകളാണ് ഇപ്പൊ നമ്മൾ സമ്പാദിച്ചത്. വന്ന വഴികൾ. സാറിന്റെ അനുഭവം പറയുമ്പോൾ ഒരാൾ പറയുന്നു, എന്റെ സ്ഥാപനത്തിന് വേണ്ടി 28 കോടി രൂപ മുടക്കിയ ഒരു മഹാനെ കുറിച്ച് പറയുന്നു. അപ്പൊ മറ്റേ ആൾ പറയുന്നു, ആ മഹാൻ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കാനും അറിയാനും അടുത്തിരിക്കാനും കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവരെക്കാളൊക്കെ ഭാഗ്യം നമുക്കാണുള്ളത്. അപ്പോൾ ഈ കൂടെ നിങ്ങളോടൊപ്പം ഉള്ള യാത്ര ഏറ്റവും ഇത്രയും സമയം തന്നെ ഞാൻ പോലും അറിഞ്ഞില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ അനുഭവങ്ങൾ, കുറെ ഇഷ്ടങ്ങൾ, കുറെ സ്വകാര്യതകളൊക്കെയാണ് പങ്കുവെച്ചത്. നമസ്കാരം അനീഷ് സാറേ. സാർ, എനിക്ക് സാറിന്റെ അടുത്ത് വ്യക്തിപരമായിട്ടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തിലെ ആറ്റിങ്ങൽ നഗരസഭയുടെ ശുചിത്വ അംബാസിഡറായി, മിഷന്റെ അംബാസിഡറായി സാറിനെ നിയമിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ബംഗാളികളും ബീഹാറികളും ഒക്കെ വന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും റെയിൽവേയുടെ ഇതിലൊക്കെ പാൻപരാഗൊക്കെ കഴിച്ചിട്ട് തുപ്പുന്ന ഒരു പ്രവണത, അവിടെ വൃത്തികേടാക്കുന്ന ടൈൽസ് ഒക്കെ വൃത്തികേടാക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് വന്ന് കേരളത്തിലും ഇതേമാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഈ ബംഗാളികൾക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് ക്ലാസ് ഇതേമാതിരി എന്തെങ്കിലും എടുക്കാനുള്ള ഈ ശുചിത്വ മിഷൻ ഇതേമാതിരി എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ചെയ്യാനൊക്കെ കാരണം ആറ്റിങ്ങൽ നഗരസഭയുടെ ശുചിത്വ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. അത് ഇപ്പം നമ്മൾ ഈ നാടിന്റെ അതായത് ഹരിത കേരളം ആക്കി മാറ്റുക. അതായത് നമ്മൾ പച്ചപ്പിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേസ്റ്റ് എവിടെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം, വേസ്റ്റ് എങ്ങനെ പൊതു സ്ഥലത്ത് ഉപേക്ഷിക്കരുതെന്നൊക്കെ ഉള്ള അവയർനെസ് നാട്ടുകാർക്ക് കൊടുക്കുന്നതും അതിനോടൊപ്പം ചേരുന്നത്. അതിന് കുറച്ച് ഹരിതകർമ്മ സേന എന്നൊരു സേന തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് വളരെ സജീവമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആറ്റിങ്ങൽ ടീമിനായിരുന്നു ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആറ്റിങ്ങലിനായിരുന്നു ഏറ്റവും നല്ലൊരു സമ്മാനം കിട്ടിയത്, ഏറ്റവും നല്ല ടീമിന്റെ സമ്മാനം കിട്ടിയത്. അതൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. ഇനി തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പണ്ടൊരിക്കൽ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരാളൊന്ന് കുഴിക്കുന്നു, ഒരു മണ്ണ് വെട്ടി ഇങ്ങനെ കുഴിക്കുന്നു. പിറകെ വരുന്ന ആള് മണ്ണിട്ട് മൂടുന്നു. ഒരു 50 മീറ്റർ കഴിഞ്ഞ് അതേ കുഴിച്ച മനുഷ്യൻ അപ്പുറത്ത് കുഴിക്കുന്നു. പിറകെ വരുന്ന ആൾ വീണ്ടും ആ മണ്ണിട്ട് മൂടുന്നു. കുറെ ദൂരം അങ്ങനെ പോകുമ്പോൾ ഈ കണ്ട ആളൊരു കൗതുകം, വല്ല ഒരാൾ കുഴിക്കുന്നു ഒരാൾ മൂടുന്നു. അതാ ചോദിച്ചു, ഹലോ ഒരു മിനിറ്റ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ കുഴിക്കുന്നു, ഇയാൾ മൂടുന്നു, എന്തായി പരിപാടി? ഹലോ, ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇതാണ് ജോലി? അല്ലല്ല, എന്റെ ജോലി കുഴിക്കുക, അവന്റെ ജോലി മൂടുക. ഇടയ്ക്ക് മരം വെക്കുന്ന ഒരുത്തുണ്ടായിരുന്നു, അവൻ ലീവാണ്. അവൻ വരാതെ ഞങ്ങളുടെ ജോലി. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ പലപ്പോഴും ഈ കാര്യങ്ങളിൽ നടന്നു പോകുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എന്ന മുംബൈ മലയാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ സംവാദ പരിപാടി ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് അനീഷിന്റെ ഒരു പാട്ട് കൂടി നോക്കാം. ഇതിപ്പോ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. വിത്തറിഞ്ഞു കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, കളപറിച്ചു മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്. അലകടലിൻ തോണിയിലേറി മീൻ പിടിക്കാൻ പോകുമ്പോ കടലിന്റെ മക്കള് പാടണ പാട്ടു കേൾക്കടി പെണ്ണാളെ. സംശയപ്പെടി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ വീണ്ടും കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.